ആയിരിക്കും. എല്ലാവരും വരാം. നിങ്ങൾക്ക് എല്ലാവരും വന്നാൽ റോക്കിയുടെ ടാറ്റു എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്തു. അതെ 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 എല്ലാവർക്കും ടാറ്റു എൻ്റെ വക. ടാറ്റു എൻ്റെ വക. അനു ജോസഫിന്റെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടാവല്ലോ അല്ലേ? അവിടെ ഒരു വേറെ വൈബായിരിക്കും. അതെ 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 മേടിക്കൊക്കെ ഫ്രീ, എല്ലാവർക്കും എൻട്രി ആയിരിക്കും. പിന്നെ പിന്നെ എൻട്രി വിത്ത് എല്ലാവർക്കും എൻട്രി ശരിക്കും എൻട്രി ആയിരിക്കും. അതെ 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 അതാ ഏതവസ്ഥയിലായിരുന്നാലും ഭയങ്കര ആലോചിച്ചിട്ടേ പറയുള്ളൂ. ഡിപ്ലോമാറ്റിക് ആയിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. ജിൻഡു നമ്മൾ വിചാരിച്ച ആളൊന്നുമല്ല. എൻ്റെ ബിഗ് ബോസിലെ ഏറ്റവും നല്ല ഒരു കണ്ടസ്റ്റന്റ് എതിരി തന്നെയായിരുന്നു ജിൻഡു. അവസാനം ജിൻഡയെ പിടിക്കാന്ന് വിചാരിച്ചതാ, പക്ഷെ അതിനു മുമ്പ് പുറത്തു പോയിട്ട് ആ സമയത്ത് ഞാൻ അവിടെ പിടിച്ചു മാറ്റിയായിരുന്നെങ്കിൽ. അതെ അതെ ഞാൻ ഇന്നും ചോദിച്ചതാടാ, നിനക്കെങ്കിലും എന്നെ ഒന്ന് പിടിച്ചു മാറ്റി കൊടുക്കും. അത്രയും സമയം ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു. അത്രയും സമയം ഞാൻ മാറ്റി ഞാൻ ക്യാപ്റ്റനായിരുന്നു. പിന്നെ ഗതി കെട്ടിട്ടാണ് ഞാൻ പോയി അവിടെ ആരും കഴിച്ചിട്ടാണ് പോയി കഴിച്ചിട്ടാണ് റോക്കി പറ്റിയത്. അതെ മാപ്പ് പറഞ്ഞായിരുന്നു. അതെല്ലാവരും മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അവിടെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇന്നാണ് സിജോയെ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരുടെ ദേഷ്യമില്ല, ഞാൻ ഹൃദയത്തിൽ നിന്നാണ് അന്നും മാപ്പ് പറഞ്ഞു, ഞാൻ ഇന്നും മാപ്പ് പറഞ്ഞു. പിന്നെ അവന് വീഡിയോയിൽ കൂടെ 1-2 പ്രതികരണം ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ വീഡിയോയിൽ കൂടെ 1-2 പ്രതികരണം ഉണ്ടായിരുന്നു. അതെ 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 അത് ചിലപ്പോഴത്തേക്ക് നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ ബ്രോ, ചില സമയത്തല്ലേ ഇമോഷണലി നമ്മൾ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒന്നുമില്ല. ഞാനാണ് സോറി നമ്മളവിടെ അത്രയും കൂട്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത് ബിഗ് ബോസ് ഇറങ്ങിയ ശേഷം. ഞാൻ എല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ എവിടെയും ആദ്യമായിട്ടാണ് കാണുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഞാൻ ആരെയും വിളിച്ചില്ലേ, നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിളിക്കും, പക്ഷെ ആദ്യമായിട്ട് കാണാനുള്ള ഭാഗ്യം എന്താണ് ഉണ്ടായത്. പക്ഷെ ഉണ്ടായപ്പോൾ എല്ലാവരെയും കാണാനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ. പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു? പുള്ളിക്കാരന് ചെറിയ വിഷമമുണ്ട്. കാര്യം അത് കുഴപ്പമില്ല ബ്രോ. നമ്മൾ മാപ്പ് പറയാന്നുള്ളത് നമ്മുടെ കാര്യം. ക്ഷമിക്കേണ്ടത് ഇല്ലല്ല, അവന് വേറെ വിഷമമൊന്നും ഇല്ല. അവൻ ക്ഷമിച്ചത് തന്നെയാണ് എന്റെ അതിനു മുമ്പ് പുറത്ത് സംസാരിച്ചായിരുന്നു. ശരിക്കും തെറ്റുക പറ്റും, തെറ്റുക പറ്റാത്ത ആരുമില്ല. അതെ 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 തെറ്റ് മനസ്സിലാക്കി. അതായത് ഒരു ഫാമിലി തെറ്റ് പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവും, ആരുണ്ടാവില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കല്ലറിയും. അതായത് ആ ഫാമിലി അവിടെ ഒരു ഫാമിലി ആയിരുന്നു. അതെ അതെ ആ ഫാമിലി തെറ്റുപറ്റി സോൾ. അല്ലാതെ ഫാമിലി നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ അപ്പനായാലും അമ്മയായാലോ ഈ മക്കളായാലോ ഭാര്യ ആയാലും ആരായാലും പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ചിലപ്പോൾ അടിയായോ ഒച്ചപ്പാടോ, സെയിം തിങ് അവിടെ നടന്ന സംഭവമാണ്. പക്ഷെ അവിടെ നടന്നപ്പോൾ സെയിം നമ്മൾ പുറത്ത് നടക്കുക ഇതുപോലെ തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. അതൊരു കുടുംബമാണ്. ആ കുടുംബത്തിൽ നടന്നത് തെറ്റാണ്. അതൊന്നും ശരിയായെന്ന് തോന്നുന്നു അല്ലേ? അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടെന്ന് തോന്നുന്നല്ലേ? അത് മതി, എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. നമ്മൾ പറയുമ്പോൾ ഓപ്പണായിട്ട് മാപ്പ് പറഞ്ഞ് അത് ഓപ്പണറിലാണ്. ഇത്രയും മീഡിയാസിന് മുമ്പിൽ ഓപ്പണറിൽ പറഞ്ഞിട്ട് അത് തെറ്റ് ചെയ്ത് ഇനി സപ്പോർട്ട് ചെയ്യും. ഇനി എന്നെ കല്ലെറിഞ്ഞവര് സപ്പോർട്ട് ചെയ്യും. വീണ്ടും കല്ലെറിയല്ലോ അല്ലേ? നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് വേണ്ടത് ശരിക്കും സമൂഹത്ത് ജനങ്ങൾ അവരുടെ വായടക്കാൻ നമുക്ക് പറ്റില്ല. അവർ പലരും എങ്കിലും നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം അല്ലേ? നമുക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അതിൽ തന്നെ പിടിച്ച് തൂങ്ങാണ്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുക. കുറേ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടല്ലോ നമ്മൾ അനുകരിക്കുന്ന, അല്ലെങ്കിൽ ഇതാണ് ശരിയെന്ന് വിചാരിക്കുന്ന. അവിടെ ഞാൻ പറയാം, ഒരിക്കലും ഒരാളുടെ മേത്ത് കൈവയ്ക്കുന്നത് അത് തെറ്റായ പ്രവണത തന്നെയാണ്. ഒരിക്കലും നമ്മളത് ചെയ്യാൻ പാടില്ല, ഏതൊരു അവസ്ഥയിലായിരുന്നാലും. പക്ഷേ ഇനിയും റോക്കിയുടെ ഇതിലെന്താ, നമുക്ക് ക്ഷമ എന്നുള്ള സാധനം റോക്കി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് റോക്കി അത് വിട്ടുപോയത്. ആ ഒരു പ്രശ്നത്തിലൂടെ റോക്കി ക്ഷമ എന്നൊരു സാധനം പഠിച്ചു. ഉറപ്പായിട്ടും പഠിച്ചു. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യടാ, എനിക്ക് അത് നിന്നെ പോലെ ഞാനൊന്ന് പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് 100 ദിവസം നിൽക്കാൻ പറ്റും. അതാ അവന് കാര്യം. എനിക്ക് എനിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അതിൻ്റെയൊക്കെ കുറച്ച് മിസ്റ്റേക്കാണ് പറ്റിയത് അവിടെ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും 100 ദിവസം ഞാൻ ഉണ്ടായിരുന്നാണ് അവിടെ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞാൽ ക്ഷമയാണ്. അതെ 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 ക്ഷമ ആണ് ഏറ്റവും വലിയ സാധനം, ആയുധം. അതെ അതെ ജിൻഡോപ്പനെ ഞാൻ കുറെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട്. പറഞ്ഞാൽ കുഴപ്പമില്ല.